അളിയാ അളിയാ നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ എപ്പോഴാ എത്തിയത്? ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായിടാ. നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ? ഞാനിവിടെ തന്നെയല്ലേ. എത്ര കൊല്ലായി? 12 വർഷം നമ്മൾ കണ്ടിട്ട്. ഓഹ്, സമയം ഒരു വല്ലാത്ത പോക്കാണല്ലേ പോയത്. കോളേജ് കഴിഞ്ഞിട്ട് നിന്നെ പറ്റി ഒരു വിവരം ഉണ്ടായിരുന്നില്ലല്ലോ. നീ എവിടെയായിരുന്നു? നിന്നെ പറ്റിയല്ലേ ഒരു വിവരമില്ലായിരുന്നത്. നിന്റെ അപ്പം തന്നെ നാട് എടുത്തെന്ന് മാത്രമേ കേട്ടുള്ളൂ. അത് പിന്നെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഞാൻ നാടായിട്ടൊന്നും വലിയ കോണ്ടാക്ട് ഇല്ലടാ. നിനക്കറിയാലോ, ആ കോളേജ് ഫെയറിൻ്റെ പ്രശ്നത്തിൽ ഞാനൊരു 3 വർഷം ബെഡിലായിപ്പോയി. പിന്നെ ഒരു 2 വർഷം അതിൻ്റെ ട്രോമയും എന്തൊക്കെയോ. അതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ആരും എൻ്റെ അടുത്ത് പറഞ്ഞു. അതൊക്കെ വിടളിയാ. നിനക്ക് ചായ അല്ലേ? ഓക്കെ, ഒരു ചായ. എനിക്ക് 5 വർഷം മറക്കാൻ പറ്റില്ല. അതിന് കാരണക്കാനായി നിന്നെ. നമുക്കൊന്നിരുന്നാലോ? നാട്ടിൽ വെച്ച് സച്ചിൻ പറഞ്ഞായിരുന്നു നീ ഇവിടെയുള്ള കാര്യം. അവന് കഴിഞ്ഞ മാസം ആക്സിഡന്റ് ആയിന്നാ പറഞ്ഞത്. ഞാൻ അറിഞ്ഞായിരുന്നു. 2 കാലം പോയെന്നാ കേട്ടത്. ഞാനും ആ അവസ്ഥ തന്നെ ആയിരുന്നല്ലോ. നിനക്കറിയാലോ, 3 വർഷം ഞാൻ ജീവച്ചവായിട്ട് കിടന്നത്. അറിയാ, അതിന് കാരണക്കാരനായ നിന്നെ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാനൊന്ന് റിക്കവറായതിനു ശേഷം നിന്നൊന്ന് കാണുന്നത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. കോളേജ് നിനക്ക് എന്തൊക്കെ പദവികളായിരുന്നു? ഹീറോ, സൈക്കോ, എന്നിട്ട് അതിൻ്റെയൊക്കെ കാലാശക്കൊട്ട് എന്നെ നെഞ്ചെത്തും. അതൊക്കെ മറന്നോടാ. അളിയാ, നീ അതൊക്കെ വിട്. ഓരോ പ്രായത്തിന്റെ പുറത്ത് ചെയ്തു പോയതല്ലേ. നീ അതൊന്നും മറന്നിട്ടില്ലേ? നീ ഒരുപാട് മാറിപ്പോയി. പഴയ തിളപ്പൊന്നും കാണുന്നില്ലല്ലോ. ലൈഫൊക്കെ ഒന്ന് സെറ്റായല്ലേ. എനിക്കല്ലേ എല്ലാം നഷ്ടമായത്. അല്ലേലും നഷ്ടപ്പെടാനുള്ളവനല്ലേ പേടിക്കേണ്ടത്. ചായ കുടിക്കേ. ഇതിലും തന്തയില്ലാത്ത പരിപാടികളാണ് നീ എന്നോട് കാണിച്ചിട്ടുള്ളൂ. ചായ കുടിക്കടാ. ഇന്നെനിക്ക് കിട്ടണം. പക്ഷെ ഇത്ര ഓപ്പണായിട്ട് വേണ്ട. എൻ്റെ കുടുംബത്ത് കയറി ഞാൻ വരും. എന്നിട്ട് പോടാ മയിലേ. അളിയാ, നമുക്ക് സംസാരിക്കണ്ടേ? വേണ്ടേ? വാടാ.